നമസ്കാരം. ഈസി ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമാറ്റിക് സീക്വൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ആ ചാപ്റ്ററിൻ്റെ തന്നെ പുതിയൊരു പോർഷനായ പൊസിഷൻ ആൻഡ് ടേംസ് ആയിരുന്നു. കുറച്ച് എക്സാമ്പിൾസും ഒരു എക്സസൈസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ എക്സസൈസിൻ്റെ ബാക്കി പ്രോബ്ലംസ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രോബ്ലംസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4th പ്രോബ്ലം വരെ നോക്കിയായിരുന്നു. 5th പ്രോബ്ലമാണ് നോക്കാൻ പോകുന്നത്. 5th പ്രോബ്ലം നോക്കാം. ഹൗ മെനി 3-digit numbers are there which leaves a remainder 3 on divisible by 7? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്ന എത്ര 3-digit numbers ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്ന എല്ലാ നമ്പേഴ്സും അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 3-digit numbers എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. 3-digit numbers ഏതൊക്കെയാണ്? 3-digit സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 100 ആണ്. 100 to 999. ഓക്കെ, ഫസ്റ്റ് നമ്പർ 100ഉം 3-digit numbers ഫസ്റ്റ് നമ്പർ 100ഉം ലാസ്റ്റ് നമ്പർ 999ഉമാണ്. പക്ഷേ എങ്ങനെയുള്ള 3-digit numbers ആണ് വേണ്ടത്? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്ന 3-digit numbers ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് 3-digit numbers 100ഉം സ്റ്റാർട്ട് ചെയ്യുന്നത് 3-digit numbers സ്റ്റാർട്ട് ചെയ്യുന്നത് 100ലും ദെൻ 101 എക്സെട്ര 999 ആണ്. അങ്ങനെയെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരും. നമുക്ക് നോക്കാം. 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ വരും? 2 റിമൈൻഡർ വരും. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നമ്പർ നോക്കാം. നെക്സ്റ്റ് 101നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ കിട്ടും? 3 റിമൈൻഡർ കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്പർ ഏതെന്ന് കിട്ടി? 101 എന്ന് കിട്ടി. എങ്ങനെയുള്ള ഫസ്റ്റ് നമ്പർ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ കിട്ടുന്ന ഫസ്റ്റ് നമ്പർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് നമ്പർ നോക്കാം. 3-digit ലാസ്റ്റ് നമ്പർ 999 ആണ്. 999നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടും? 999നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും? ഡിവൈഡ് ചെയ്ത് നോക്കുക. റിമൈൻഡർ നമുക്ക് 5 കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്കിത് എടുക്കാൻ പറ്റത്തില്ല. എത്രയാണ് റിമൈൻഡർ വേണ്ടത്? 3 ആണ് റിമൈൻഡർ വേണ്ടത്. അങ്ങനെയെങ്കിൽ 998നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 കിട്ടും. നെക്സ്റ്റ് നമ്പർ ഏതാ? 997. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ നമ്മുടെ ലാസ്റ്റ് നമ്പർ എത്രയാണ്? 997. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ കിട്ടുന്ന 3-digit numbers എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയുള്ള ഫസ്റ്റ് നമ്പറാണ് 101ഉം ലാസ്റ്റ് നമ്പറാണ് 997. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് തൊട്ട് മേലെ നമ്മൾ എഴുതിയിരിക്കുന്നത്. നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ ഡി, കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1 എന്ന് പറയുന്നത്. നമുക്ക് ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉണ്ട്. കോമൺ ഡിഫറൻസ് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രോബ്ലത്തിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കോമൺ ഡിഫറൻസ് ഈ പ്രോബ്ലത്തിൽ എത്രയായിരിക്കും? ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉണ്ട്, കോമൺ ഡിഫറൻസും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷനകത്ത് നമുക്ക് എത്ര ടേംസ് ഉണ്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഡി എന്ന് പറയുന്നത് 7, ഫസ്റ്റ് ടേം 101, ലാസ്റ്റ് ടേം 997. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം 997 മൈനസ് ഫസ്റ്റ് ടേം എന്താണ്? 101 ഡിവൈഡഡ് ബൈ എത്രയാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്? 7 പ്ലസ് 1. ഓക്കെ, 997 മൈനസ് 101
എത്ര കിട്ടും? 896 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 1. ഓക്കെ, 896 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 1. 896നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര എന്ന് കിട്ടും? 128 എന്ന് കിട്ടും പ്ലസ് 1. ഓക്കെ, ഈക്വൽ ടു 128 പ്ലസ് 1 എന്ന് കിട്ടും. 128 പ്ലസ് 1 എന്ന് പറയുന്നത് 129. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഒരു സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട്? 129 ടേംസ് ഉണ്ടെന്ന് പറയാം. നമ്മുടെ പ്രോബ്ലത്തിൽ ചോദിച്ചിരുന്നത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ കിട്ടുന്ന എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരുന്നത്. അങ്ങനെയുള്ള ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഇക്വേഷനകത്ത് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ 129 എന്ന് കിട്ടി. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. നമ്പർ ഓഫ് ടേംസ് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ അരിത്തമാറ്റിക് സീക്വൻസിൽ ടോട്ടലായിട്ട് 129 ടേംസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് നമ്മൾ 6th പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഫിൽ അപ്പ് ദി എംപ്റ്റി സെൽസ് ഓഫ് ദി ഗിവൺ സ്ക്വയേഴ്സ് such that the numbers in each row and column form arithmetic sequence. What if we use some other numbers instead of 1, 4, 28 and 7? Okay. ഒരു ബോക്സ് തന്നിട്ടുണ്ട്, ഒരു സ്ക്വയർ ബോക്സ് തന്നിട്ടുണ്ട്. ബോക്സിനകത്ത് എംപ്റ്റി ആയിട്ടുള്ള കോളംസും ഉണ്ട്. ഈ കോളംസ് നമ്മൾ ഫില്ല് ചെയ്യണം. റോ ആയിട്ടും കോളമായിട്ടും എപ്പോഴും ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ് ഫോം ചെയ്യുന്നതാണ്. റോ വൈസും കോളം വൈസും ഇതിനകത്തുള്ള നമ്പേഴ്സ് ഓരോ അരിത്തമാറ്റിക് സീക്വൻസ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എംപ്റ്റി ആയിട്ടുള്ള ബോക്സിലെ നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1ഉം 4th ടേം എന്ന് പറയുന്നത് 4ഉമാണ്. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ടേമും തേർഡ് ടേമും കണ്ടുപിടിക്കാം. നമുക്കറിയാം ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് 4th ടേം കിട്ടുന്നത്. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 4th ടേം നമുക്ക് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? x4 ഈക്വൽ ടു 4th ടേം എങ്ങനെയാണ് കിട്ടുന്നത്? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു. അതായത് a പ്ലസ് 3d 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 4th ടേം നമുക്ക് കിട്ടുന്നത്. 4th ടേം നമുക്കറിയാം, ഫസ്റ്റ് ടേം നമുക്കറിയാം. അങ്ങനെയെങ്കിൽ കോമൺ ഡിഫറൻസ് ആണ് നമുക്കിതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 4th ടേം എന്താണ്? x4 എന്ന് പറയുന്നത് 4th ടേം, അത് 4 ആണ്. 4 ഈക്വൽ ടു ഫസ്റ്റ് ടേം 1 പ്ലസ് 3 ഇൻറ്റു ഡി അതേപോലെ എഴുതുന്നു. ഓക്കെ, 4 ഈ 1നെ നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം. 4 മൈനസ് 1 എന്ന് പറയുന്നത് 3d. ഓക്കെ, 3d ഈക്വൽ ടു 3 എന്ന് എഴുതാം. 4 മൈനസ് 1 എന്ന് പറയുന്നത് 3 ആണ്. 3d ഈക്വൽ ടു 3 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 3/3 ഈക്വൽ ടു 1. ഫസ്റ്റ് റോയിലെ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉണ്ട്. അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ടേമും തേർഡ് ടേമും നമുക്ക് കണ്ടുപിടിച്ചൂടെ? കോമൺ ഡിഫറൻസ് എത്രയാ? 1 ആണ്. 1 പ്ലസ് 1 2. തേർഡ് ടേം എന്താണ്? സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 1 ആഡ് ചെയ്യുന്നു. 2 പ്ലസ് 1 എന്ന് പറയുന്നത് 3. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫോർത്ത് കോളത്തിൻ്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ട്. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ടേമും തേർഡ് ടേമും നമുക്ക് കണ്ടുപിടിക്കാം. ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 4th ടേം കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് ടേമിൻ്റെ കൂടെ
3 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടൈം ഫോർത്ത് ടൈം കിട്ടും. ഫോർത്ത് ടൈം ഇവിടെ എന്താ 28. ഫോർത്ത് റോയിൽ ഫോർത്ത് ടൈം എന്ന് പറയുന്നത് 28 ഈക്വൽ ടു ഫസ്റ്റ് ടൈം 7 പ്ലസ് 3d. ഓക്കെ, 28 മൈനസ് 7 21 ഈക്വൽ ടു 3d. Therefore, common difference d equal to 21/3 equal to 7 എന്ന്. ഫോർത്ത് റോയിൽ ഫസ്റ്റ് ടൈം 7, അങ്ങനെയെങ്കിൽ സെക്കൻഡ് ടൈം എന്തായിരിക്കും? 7ൻ്റെ കൂടെ വീണ്ടും 7 ആഡ് ചെയ്യുന്നു. 7 പ്ലസ് 7 14. ഇതിൻ്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് 7 ആഡ് ചെയ്യുന്നു. 14 പ്ലസ് 7 21. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ നമുക്ക് ഫസ്റ്റ് കോളം ഫില്ല് ചെയ്യാം. അതിനകത്ത് ഫസ്റ്റ് നമ്പർ 1ഉം ഫോർത്ത് ഇതിൽ ഫസ്റ്റ് ടേം 1ഉം ഫോർത്ത് ടേം 7ഉമാണ്. നമുക്കിതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഈ സെയിം ഫോർമുല ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഫോർത്ത് ടേം എന്ന് പറയുന്നത് 7 ആണ്. ഫോർത്ത് ടേം എന്ന് പറയുന്നത് 7 ആണ്. ഫസ്റ്റ് ടേം 1 ആണ്. പ്ലസ് 3d ഈക്വൽ ടു 7 മൈനസ് 1 6 ഈക്വൽ ടു 3d. അങ്ങനെയെങ്കിൽ therefore d ഈക്വൽ ടു 6/3 6/3 ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഈ കോളത്തിലെ കോമൺ ഡിഫറൻസ് 2 ആണ്. 1 പ്ലസ് 2 3 3 പ്ലസ് 2 5. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് സെക്കൻഡ് കോളം ചെയ്യാം. സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റ് നമ്പറും ഫോർത്ത് നമ്പറും ഉണ്ട്. ഈ സെയിം മെത്തേഡ് വെച്ച് തന്നെ നമ്മൾ ചെയ്യുന്നു. x4 ഈക്വൽ ടു 14 ആണ്. 14 ഈക്വൽ ടു ഫസ്റ്റ് ടൈം 2 ആണ്. 2 പ്ലസ് 3d. ഓക്കെ, 14 മൈനസ് 2 എന്ന് പറയുന്നത് 12 ഈക്വൽ ടു 3d എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് 12/3 ആണ്. 4 എന്ന് കിട്ടും. സെക്കൻഡ് റോയിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. അങ്ങനെയെങ്കിൽ 2 പ്ലസ് 4 6 6 പ്ലസ് 4 10 10 പ്ലസ് 4 ഒബിയസ്ലി 40. ഫോർത്ത് ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് തേർഡ് കോളമാണ്. തേർഡ് കോളത്തിലും ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്. ഈ സെയിം ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. ഫോർത്ത് ടേം എന്ന് പറയുന്നത് 21 ഈക്വൽ ടു ഫസ്റ്റ് ടേമായ 3 പ്ലസ് 3d. ഓക്കെ, 21 ഈ 3 ഇപ്പുറം വരുമ്പോൾ മൈനസ് ആകും, സബ്ട്രാക്ട് ചെയ്യും. 21 മൈനസ് 3 എന്ന് പറയുന്നത് 18 ഈക്വൽ ടു 3d. therefore d ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 18/3 6. തേർഡ് റോയിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ആണ്. 3 പ്ലസ് കോമൺ ഡിഫറൻസ് ആയ 6 കിട്ടുമ്പോൾ 6 ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ടൈം കിട്ടും. 3 പ്ലസ് 6 എന്ന് പറയുന്നത് 9 പ്ലസ് 6 എന്ന് പറയുന്നത് 15. ഓക്കെ, സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഫോർത്ത് കോളത്തിലെ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പേഴ്സും കണ്ടുപിടിക്കാം. x4 ഈക്വൽ ടു a പ്ലസ് 3d. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ഫോർത്ത് ടേം കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ x4 ഈക്വൽ ടു a പ്ലസ് 3d എന്ന് എഴുതിയത്. നമുക്ക് ഓൾറെഡി അത് അറിയാവുന്ന കാര്യമാണ്. ഫോർത്ത് ടേം എന്ന് പറയുന്നത് 28 ഈക്വൽ ടു ഫസ്റ്റ് ടേം എന്താണ്? 4 പ്ലസ് 3d. 28 മൈനസ് 4 24 ഈക്വൽ ടു 3d എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ d എന്ന് പറയുന്നത് 24/3 8 എന്ന്. ഈ ടേംസിലെ ഫോർത്ത് കോളത്തിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. അങ്ങനെയെങ്കിൽ 4 പ്ലസ് 8 ആണ് സെക്കൻഡ് ടേം. 4 പ്ലസ് 8 എത്രയാണ്? 4 പ്ലസ് 8 12 12 പ്ലസ് 8 20. ഓക്കെ, മിസ്സിംഗ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ബോക്സ് തന്നു. ബോക്സിൽ കോളംസ് റോ ആയിട്ടും തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 4 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ബാക്കി മിസ്സിംഗ് ആയിട്ടുള്ള കോളംസിലെ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്.
എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ടേമും ലാസ്റ്റ് ഫോർത്ത് ടേമും അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഫോർത്ത് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ഫോർത്ത് ടേം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ബാക്കി എല്ലാ നമ്പേഴ്സും നമ്മൾ കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമുക്കറിയാം. നമ്മൾ പൊസിഷൻ ആൻഡ് ടേംസ് എന്ന് പറയുന്ന പോർഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ടേംസിൻ്റെ ഡിഫറൻസിന് ഈക്വലാണ് കോമൺ ഡിഫറൻസിൻ്റെയും പൊസിഷൻ്റെ ഡിഫറൻസിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ വെച്ച് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. നമുക്ക് ഇനി ചെയ്യാവുന്നത് ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് 1-നും 4-നും 7-നും 28-നും പകരം വേറെ 4 നമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ ഈ കോളം എങ്ങനെ ഫില്ലാവും എന്നാണ്. അത് നിങ്ങൾ തന്നെത്താനെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ എക്സസൈസിൻ്റെ ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ ഈ എക്സസൈസിൻ്റെ തന്നെ ലാസ്റ്റ് പ്രോബ്ലമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇൻ ദി ടേബിൾ ബിലോ സം അരിത്തമാറ്റിക് സീക്വൻസ് ആർ ഗിവൺ വിത്ത് 2 numbers against each. Check whether each belongs to the sequence or not. ഇവിടെ ഓരോ സീക്വൻസും തന്നിട്ടുണ്ട്. ആ സീക്വൻസിൻ്റെ അടുത്ത് ഓരോ 2 നമ്പേഴ്സും തന്നിട്ടുണ്ട്. ഫസ്റ്റ് സീക്വൻസ് ആണ് 11, 22, 33. ഇതിന് എഗൻസ്റ്റ് ആയിട്ട് 123-ഉം 132-ഉം തന്നിട്ടുണ്ട്. നമ്മൾക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? 122-ഉം 123-ഉം 132-ഉം ഈ സീക്വൻസിൻ്റെ ടേംസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതേപോലത്തെ പ്രോബ്ലം നമ്മൾ തൊട്ട് മുന്നിൽ ചെയ്തായിരുന്നു. അതതിൻ്റെ ടേംസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു, അതാണ് 11 എന്ന് പറയുന്നത്. അടുത്തത് 123 എന്ന് പറയുന്ന നമ്പർ ഈ സീക്വൻസിൻ്റെ ടേം ആണോ എന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 123-ൽ നിന്ന് ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം അങ്ങ് സബ്ട്രാക്ട് ചെയ്യും. 123 മൈനസ് 11. 123 മൈനസ് 11 എന്താണ്? ഈക്വൽ ടു 123 മൈനസ് 11. 123 മൈനസ് 11 ആണ് 112 എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? 112-നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആയ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ കിട്ടത്തില്ല, ഡെസിമലുള്ള നമ്പർ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 123 എന്ന് പറയുന്ന നമ്പർ ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആവാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മളവിടെ നോ എന്ന് എഴുതും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ സീക്വൻസിൻ്റെ തന്നെ ടേം ആണോ ഏതെന്ന് ചോദിച്ചേക്കുന്നു? 132 എന്ന് ചോദിച്ചേക്കുന്നു. 132 ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യും. 132 മൈനസ് ഫസ്റ്റ് ടേം എന്താണ്? 11. 132 മൈനസ് 11 ചെയ്യും, എന്തെന്ന് കിട്ടും? 121 എന്ന് കിട്ടും. വീണ്ടും നമ്മളിതിനെ എന്ത് ചെയ്യും? 121-നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? കോമൺ ഡിഫറൻസ് ആയ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11 എന്ന് കിട്ടും. അതുകൊണ്ട് നമുക്ക് പറയാം 132 എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണെന്ന് നമുക്ക് പറയാം. ഇതൊരു നാച്ചുറൽ നമ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ 132 എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ ടേം ആണ്. ഓക്കെ, നെക്സ്റ്റ് സീക്വൻസ് എന്താണ്? 12, 23, 34. ഈ സീക്വൻസ് എന്നാൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് എന്താണ്? 23 മൈനസ് 12 എത്ര കിട്ടും? 11 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് 11 എന്ന് കിട്ടി. അടുത്ത എന്താണ്? 100 എന്ന് പറയുന്ന ടേം ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 100 നമ്മളെങ്ങനെ ചെയ്ത് തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ 100 മൈനസ് ഫസ്റ്റ് ടേമായ 12. 100 മൈനസ് 12 ഈക്വൽ ടു 88. വീണ്ടും എന്ത് ചെയ്യും? 88-നെ കോമൺ ഡിഫറൻസ് ആയ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 100 എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 1000 എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണോ എന്ന് ചോദിച്ചിരിക്കുന്നു. അതിനെ നമ്മൾ വീണ്ടും ഫസ്റ്റ് ടേം കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുന്നു. 1000 മൈനസ് 12 എത്രയാണ്? 988 എന്ന് കിട്ടും. ഈ 988-നെ നമുക്ക്
കോമൺ ഡിഫറൻസ് ആയ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്ത് നോക്കിക്കൊള്ളുക നിങ്ങൾ. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1000 എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ ഒരു ടേം അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, തേർഡ് പ്രോബ്ലം നമുക്ക് നോക്കാം. തേർഡ് പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സെയിം തന്നെ പറഞ്ഞിരിക്കുന്നു. തേർഡ് പ്രോബ്ലം 21, 32, 43 എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണ്. ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 32 മൈനസ് 21. കോമൺ ഡിഫറൻസ് 11 തന്നെ നമുക്ക് കിട്ടും. അങ്ങനെയെങ്കിൽ 100 എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണോ എന്ന് ചോദിച്ചിരിക്കുന്നു. എന്ത് ചെയ്യണം? 100 മൈനസ് ഫസ്റ്റ് ടേമായ 21. നമുക്ക് എന്തെന്ന് കിട്ടും? 79 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? 79 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ആയ 11. 79 മൈനസ് കോമൺ ഡിഫറൻസ് ആയ 11. നമുക്കതൊരു ഓൾ നാച്ചുറൽ നമ്പർ കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 100 എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ ഒരു ടേമായിട്ട് വരില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 1000 ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണോ എന്ന് ചോദിച്ചേക്കുന്നു. സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ചെയ്യുന്നു. 1000 നിന്ന് ഫസ്റ്റ് ടേമായ 21 സബ്ട്രാക്ട് ചെയ്യുന്നു. 979 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും 979 നിന്ന് 11 ഡിവൈഡ് ചെയ്യുന്നു. 89 എന്ന് കിട്ടും. ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഓൾ നമ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 1000 എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 1/4, 1/2, 3/4 എക്സെട്ര എന്ന് പറയുന്നൊരു സീക്വൻസ്. ആ സീക്വൻസിൻ്റെ ടേം ആണോ 3 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്കിതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യും. അതായത് 1/2 മൈനസ് 1/4 എന്ന് ചെയ്യാം. 2 × 4 8 ഡിനോമിനേറ്ററിൽ എഴുതുന്നു. 4 മൈനസ് 2. 4 മൈനസ് 2 എന്ന് പറയുന്നത് എന്താണ്? 2/8 ആണ്. നമ്മൾ ഇതിനെ വീണ്ടും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുമ്പോൾ 2/8ന് 1/4 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, കോമൺ ഡിഫറൻസ് നമുക്ക് എന്തെന്ന് കിട്ടി? 1/4 എന്ന് കിട്ടി. നമ്മുടെ കോമൺ ഡിഫറൻസ് 1/4 എന്ന് കിട്ടി. ഓക്കെ, കോമൺ ഡിഫറൻസ് 1/4 ആണെങ്കിൽ അടുത്ത് നമുക്ക് എന്താ നോക്കേണ്ടത്? അടുത്ത് നമുക്ക് എന്താ നോക്കേണ്ടത്? 3 എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ ടേം ആണോ എന്ന് നമുക്ക് നോക്കാം. 3 എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ ടേം ആണോ എന്ന് നമുക്ക് നോക്കാം. 3 നമ്മൾ എടുക്കുന്നു. അതിൽ നിന്ന് ഫസ്റ്റ് ടേമായ 1/4 സബ്ട്രാക്ട് ചെയ്യുന്നു. 3 മൈനസ് 1/4 എത്ര കിട്ടും? ഡിനോമിനേറ്റർ 4 തന്നെ എഴുതും. വീണ്ടും 4 × 3 12 മൈനസ് 1 ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 11/4 എന്ന സ്റ്റെപ്പ് എന്താണ്? 11/4ൽ നിന്ന് നമ്മുടെ കോമൺ ഡിഫറൻസ് ആയ 1/4 ഡിവൈഡ് ചെയ്യുന്നു. 11/4 ഡിവൈഡഡ് ബൈ 1/4. ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 11/4 ഇൻറ്റു 4/1. 4ഉം 4ഉം ക്യാൻസലായി പോകുന്നു. ഈക്വൽ ടു 11 എന്ന് കിട്ടും. 11/1 എന്ന് പറഞ്ഞാൽ 11 തന്നെ അതൊരു ഹോൾ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 3 എന്ന് പറയുന്നത് എന്താണ്? ഈ സീക്വൻസിൻ്റെ ഒരു ടേമാണെന്ന് പറയാം. 3 എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ ഒരു ടേമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 4 എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണോ എന്നാണ്
ചോദിച്ചേക്കുന്നത്. 4 എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണോ എന്ന് ചോദിച്ചേക്കുന്നു. ഈ സീക്വൻസ് ആണ് 1/4, 1/4, 1/2, 3/4. അതിൻ്റെ കോമൺ ഡിഫറൻസ് നമ്മൾ തൊട്ട് മുന്നിലത്തെ പ്രോബ്ലത്തിൽ ചെയ്തായിരുന്നു. d = 1/4 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയെങ്കിൽ 4 എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണോ എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 4 മൈനസ് ഫസ്റ്റ് ടേമായ 1/4. 4 മൈനസ് 1/4 ഈക്വൽ ടു 4 × 4 16. 16 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്തായിരിക്കും? 4. ഓക്കെ, 16 മൈനസ് 1/4 ഈക്വൽ ടു 15/4 എന്ന് കിട്ടും. ഓക്കെ, സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 15/4 എന്ന് കിട്ടി. ഈ 15/4ൽ നിന്ന് നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ എന്ത് ഡിവൈഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആയ d ഡിവൈഡ് ചെയ്യണം. കോമൺ ഡിഫറൻസ് എന്താണ്? 1/4. തൊട്ട് മുന്നേ ചെയ്തതുപോലെ ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 15/4 × 4/1 എന്ന് ചെയ്യും. 4ഉം 4ഉം ക്യാൻസലായി ഈക്വൽ ടു 15 എന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 4 എന്ന് പറയുന്ന ടേം ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് സീക്വൻസ് ആണ് 3/4, 1 and 1/2, 2 and 1/4 എന്ന് പറയുന്നത്. ആ സീക്വൻസിൻ്റെ ടേം ആണോ 3 എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഈ സീക്വൻസിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുന്നതിന് മുന്നേ 1 and 1/2നെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കണം. 1 and 1/2നെ നമുക്ക് എന്തായാലും എഴുതാം? 1 × 2 + 1. അതിന് നമുക്ക് 3/4 എന്ന് എഴുതാം. 3/2 എന്ന് എഴുതാം. 3/2 മൈനസ് 3/4. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ഡിനോമിനേറ്റർ എന്ത് കിട്ടും? 4 × 2 8. 4 × 3 12. 12 മൈനസ് 6 എന്ന് എഴുതാം. ഓക്കെ, 12 മൈനസ് 6 ആണ്. 6/8 എന്ന് കിട്ടും. 6/8ൻ്റെ സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ എന്തെന്ന് കിട്ടും? 3/4 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് നമുക്ക് 3/4 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? 3 എന്ന് പറയുന്ന ടേം ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? 3ൽ നിന്നും ഫസ്റ്റ് ടേമായ 3/4 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. 3 മൈനസ് 3/4. ഓക്കെ, ഡിനോമിനേറ്റർ 4 തന്നെ. 3 × 4 12. 12 മൈനസ് 3 × 1 3 ഈക്വൽ ടു 12 മൈനസ് 3 9. 9/4 നമുക്ക് കിട്ടും. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യണം? 9/4ൽ നിന്ന് കോമൺ ഡിഫറൻസ് ആയ 3/4 ഡിവൈഡ് ചെയ്യുക. തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നത്. 9/4നെ 4നെ റെസിപ്രോക്കലുണ്ട് 3/4ൻ്റെ റെസിപ്രോക്കലുണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 4/3. 4ഉം 4ഉം ക്യാൻസലായി പോവും. 9/3 എന്ന് കിട്ടും. ഈക്വൽ ടു 3 എന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ 3 എന്ന് പറയുന്ന നമ്പർ ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടി. നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് 4 എന്ന് പറയുന്ന നമ്പർ ഈ ടേമിൻ്റെ ഈ സീക്വൻസിൻ്റെ ടേം ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 4 മൈനസ് ഫസ്റ്റ് ടേമായ 3/4. 4 മൈനസ് 3/4 ചെയ്യുന്നു. ഈക്വൽ ടു ഡിനോമിനേറ്ററിൽ 4 തന്നെ. 4 × 4 16 മൈനസ് 3. 16 മൈനസ് 3 എന്ന് പറയുന്നത് 13/4 എന്ന് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്തത്? 13/4ൽ നിന്ന് കോമൺ ഡിഫറൻസ് ആയ 3/4 ഡിവൈഡ് ചെയ്യുന്നു. എന്ത് കിട്ടും? 13/4 × 4/3 എന്ന് കിട്ടും. 4ഉം 4ഉം ക്യാൻസൽ ആവും. ഈക്വൽ ടു
13/3 എന്ന് കിട്ടും. ഇതൊരു ഡെസിമൽ നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ 4 എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആയിട്ട് വരത്തില്ല എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചു. നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനാണ്. തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൻ്റെ സെയിം പ്രോബ്ലം ആയിരുന്നു ഇത്. ഒരു നമ്പർ തന്നിട്ട് അത് ആ സീക്വൻസിൻ്റെ ടേം ആണോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷം ആ നമ്പറിൽ നിന്ന്, നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം ആ ആൻസറിൽ നിന്ന് നമ്മൾ കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ആ നമ്പർ ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണെന്ന് നമുക്ക് പറയാം. ഈ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തത് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൻ്റെ പുതിയ പോർഷനായ പൊസിഷൻസ് ആൻഡ് ടേംസ് ആയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.